ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിലൊരു കടന്നൽ രാജാവായിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ വലിയൊരു താരപ്രഭയിലേക്ക് ചെസ് നമ്പർ ഇടുന്നു അങ്ങനെയൊക്കെ ഉയർന്നു വരികയായിരുന്നു. പെട്ടെന്നായിരുന്നു ഈ ഒരു സാഹചര്യവും പിണറായി വിജയൻ്റെ ഈ അടിയും കൂടെ വന്നപ്പോഴത്തേനാണ് അൻവർ എന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്ഥിതി ഇല്ലാതായി പോയത് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, അൻവറിന് സോഷ്യൽ മീഡിയയിൽ എത്ര പിന്തുണയുണ്ട് എന്ന് മെയിൻ സ്ട്രീം മീഡിയ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മെയിൻ സ്ട്രീം മീഡിയ പറയുമ്പോൾ തന്നെ, സി പി എമ്മുകാരോട് സംസാരിക്കുമ്പോൾ തന്നെ, അല്ല സോഷ്യൽ മീഡിയയിലെ ഇടതുപക്ഷം കൂടുതലും അൻവറിനെ പിന്തുണയ്ക്കുകയാണല്ലോ ഇപ്പോഴും ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതിന് മറുപടി പറയാൻ സി പി എമ്മും ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾക്കിതറിയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഫേസ്ബുക്കിലേക്ക് പ്രൊഫൈൽ, ഇത് ഒരാൾക്ക് 10 പ്രൊഫൈൽ വരെ ക്രിയേറ്റ് ചെയ്യാം ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട്. ഒരു 4 സിം കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. 40 ലൈക്ക് ഒരൊറ്റ ആളിന് അടിക്കാൻ പറ്റുമെന്ന് സാരം. ഇങ്ങനെ ഒരു 400 പേരുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ പോലും ആയിരിക്കില്ല, അവർക്ക് വോട്ടവകാശം ഉണ്ടാവില്ല, അവർക്കൊരു താല്പര്യവും ഉണ്ടാവില്ല. ചുമ്മാ അങ്ങോട്ട് ലൈക്ക് അടിക്കുക, ബഹളം വയ്ക്കുക, ഇതൊക്കെ ചെയ്യാം. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ സോഷ്യൽ മീഡിയ. ഇതെല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല. ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് കൃത്രിമമായിട്ട് ലൈക്കും സംഗതിയൊക്കെ സൃഷ്ടിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം പേര് അൻവറിൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അൻവറിനെ ജസ്റ്റിഫൈ ചെയ്യാം എന്നുള്ള മെയിൻ സ്ട്രീം മീഡിയയുടെ ധാരണയും ശരിയല്ല. വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഇതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ പാർട്ടാണ്. ആ പാർട്ടിൽ പിണറായി വിജയൻ ക്ലീനായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, കേസെടുക്കും ഞാൻ. ഇൻ്റർഫറൻസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്, ഈ വാക്കാണ് പിണറായി വിജയൻ, ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്. അതായത് നീതി നിർവഹണത്തിൽ ഇടപെടുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്, ഭരണനിർവഹണത്തിൽ ഇൻ്റർഫെയർ ചെയ്തു, അതിന് ക്രിമിനൽ നടപടി എടുക്കാവുന്നതാണ്. പക്ഷേ കേസെടുക്കുമെന്ന് സാരം, നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തിയതിന്. ഇവർക്കിത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കാനും പറ്റിയില്ല. മീഡിയ അവർ കൃത്യമായിട്ട് ഇത് സംഗതി നോക്കണ്ടേ, എസ്റ്റിമേറ്റും ആക്ച്വൽസും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നോക്കിയിട്ട് വേണം ആക്രമിക്കാൻ. ഇനി പിണറായി വിജയൻ ഇത് വെളിപ്പെടുത്തിയപ്പോഴെങ്കിലും അവർക്ക് കൗണ്ടർ പറയാനുണ്ടാവണ്ടേ? ഇല്ല. അവരെന്ത് ചെയ്തു? ആ പാർട്ട്, പിണറായി വിജയൻ്റെ ആ പത്രസമ്മേളനത്തിൻ്റെ ആ പാർട്ട് അതുപോലെ അങ്ങ് ഉപേക്ഷിച്ചു. പത്രസമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ എഴുതിയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞുള്ള ചർച്ചയിൽ ഈ സാധനമേ ഇല്ല. നേരെ ധൈര്യമില്ല കേരളത്തിലെ ഒരു മീഡിയക്കാരനെ ആ പാർട്ട് ചർച്ച ചെയ്യാൻ. ചീഫ് മിനിസ്റ്റർ നിങ്ങളെ ത്രട്ടൻ ചെയ്യുകയാണ്. എൻ്റെ ദൈവമേ, ഇത് നരേന്ദ്രമോദിയാണ് പറഞ്ഞെങ്കിൽ വഴി നടക്കാൻ പറ്റുമായിരുന്നു. എന്നെയും വായുത്തിനെയും ഈ സ്റ്റുഡിയോയിൽ വന്ന് തല്ലിയേനെ ആൾക്കാർ. നിങ്ങളുടെ നരേന്ദ്രമോദി ചെയ്ത് കണ്ടില്ലേ, അങ്ങൊരു കേസെടുക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു വാൻ ബഹളം നടന്നേനെ. പിണറായി വിജയൻ ഞാൻ കേസെടുക്കുന്ന നിങ്ങൾക്ക് പോക്കൃത്തിലാണ് കാണിച്ചതെന്ന് പറഞ്ഞ് ഇവരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഇവർക്ക് നാക്കിറങ്ങിപ്പോയി. ഒരു മനുഷ്യനും ഇതിന് സമാധാനം പറഞ്ഞില്ലല്ലോ. പിണറായി ചിരിച്ചുകൊണ്ട് പറയുന്നു, ബഹളം വയ്ക്കുക, ഞാനിവിടെ ഇരിക്കില്ല, ഞാൻ എണീറ്റ് പോണില്ലല്ലോ. ഇതാണ് പോയിൻ്റ്. ഞാൻ എണീറ്റ് സത്യത്തിൽ ഈ മാധ്യമക്കാരുടെ ഭാഗ്യത്തിന്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അത് ഭാഗ്യമെന്ന് പറയാൻ പാടില്ല, എന്നാൽ ആലങ്കാരികമായിട്ട് ഞാൻ പറയുകയാണ്, മീഡിയയുടെ ഭാഗ്യത്തിനാണ് ആ സമയത്ത് നമ്മുടെ ലോറൻസ് ചേട്ടൻ മരിച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് നമുക്ക് പിന്നെ സംസാരിക്കാം 2 തവണ പറഞ്ഞു, ബാക്കി പിന്നെ പറയാം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ബാക്കി വരുന്നുണ്ട്, ഇനിയും ബാക്കി വരുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ആ ഒരു പാർട്ട് കളഞ്ഞിട്ട് 2ാമത്തെ പാർട്ടിലാണ് ഈ ബഹളം മുഴുവൻ വയ്ക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ പാർട്ടും പോയിട്ട് 2ാമത്തെ പാർട്ടിൻ്റെ ചെറിയൊരു പാർട്ടായ പൂരം കലക്കലും കൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ.